അത് ജി സുകുമാരൻ നായർ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടാൽ ഉറപ്പായും ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നതിലുള്ള ഒരു അമർഷമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. BJP-യുടെ വലിയൊരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. SNDP എന്തുകൊണ്ട് UDF നിന്ന് അകന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. തങ്ങൾക്ക് ഏത് സർക്കാർ ഭരിച്ചാലും അതിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്സും വെള്ളാപ്പള്ളി നടേശനില്ല. വെള്ളാപ്പള്ളി നടേശന് സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. 2026 കഴിയുന്നതോടെ പല ഈർക്കിളി പാർട്ടികളും കേരളത്തിൽ നിന്ന് അസ്തമിക്കുമെന്നുള്ളൊരു വസ്തുതയാണ്. BJP ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കെണിയിലും പോയി കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. അടുത്തിടെയായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തരത്തിലാണ് SNDP-യും NSS-ഉം നിലപാടുകൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പെരുമാറുന്നത്. എന്തുകൊണ്ടായിരിക്കും അവര് ഇത്തരത്തിൽ ഈ UDF വിരോധത്തിലേക്ക് എത്താനുള്ള കാരണം? NSS UDF വിരുദ്ധ നിലപാട് സ്വീകരിക്കും എന്ന് നാളിതുവരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. UDF-ന് ഒരു നേതാക്കന്മാരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ NSS ഇപ്പോൾ UDF-ന് എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സൃഷ്ടിച്ചെടുക്കുന്നത് NSS UDF-ന് എതിരാണ് എന്ന് സൃഷ്ടിച്ചെടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിനകത്തേക്ക് പോയി വീണ് കൊടുക്കുകയാണ് പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും. ഇതിനകത്ത് VD സതീശന്റെ നിലപാടുണ്ട്. VD സതീശന്റെ നിലപാട് എന്താണ്? NSS-ഉമായിട്ട് അങ്ങനെ ഒരു അനുരഞ്ജനത്തിന് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അവർ ഒരു സാമുദായിക സംഘടനയാണ്. അവർ ശബരിമലയുടെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ അത് അവരുടേതാണ്. അത് അവർക്ക് എന്ത് നിലപാടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ഒരു നിലപാടാണ്. അതായത് നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ NSS ഇപ്പോൾ പെട്ടെന്ന് ഇപ്പൊ SNDP-യെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ആദ്യം നമുക്ക് NSS-നെ കുറിച്ച് പറഞ്ഞു പോകാം. NSS-ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനോടൊരു വിയോജിപ്പുണ്ടാകാൻ കാരണം എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ NSS-ന് കോൺഗ്രസിനോട് വിരോധം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB മേത്തർ MP രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന സമയം അന്ന് ഈ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായരുടെ ഒരു താല്പര്യമായിരുന്നു ശൂരനാട് രാജശേഖരൻ. കോൺഗ്രസിന്റെയും ഐ ഗ്രൂപ്പിന്റെ ഒക്കെ ശക്തനായ ഒരു നേതാവാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണമടഞ്ഞത്. നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ കരുത്തനായ ഒരു വക്താവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കണം എന്നൊരു നിലപാട് NSS-നുണ്ടായിരുന്നു. ആ നല്ല നിലപാടിന് വിരുദ്ധമായിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള JB മേത്തറെ രാജ്യസഭയിലേക്ക് അയച്ചതിലുള്ള ഒരു അതൃപ്തി തീർച്ചയായിട്ടും NSS-നുണ്ട്. അതുകൂടാതെ തന്നെ പത്മജ വേണുഗോപാലിന് രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പത്മജ വേണുഗോപാലിനും രാജ്യസഭാ സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ എവിടെ പോയത്? BJP പോയത്. ഇന്ന് BJP-യുടെ നേതാവായിട്ട് അവർ വരച്ചിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗവർണർ ആവുമെന്നൊക്കെ പറയുന്നു. അതേക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലീഡർ ശ്രീ K കരുണാകരന്റെ മകളെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ രാജ്യസഭ MP സ്ഥാനം ആർക്ക് കൊടുത്തു? ഇൻഡസ് മോട്ടോഴ്സിന്റെ മുതലാളിക്ക് കൊടുത്തു. മുസ്ലിം ലീഗിന് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് അവരത് ആഗ്രഹിച്ചിരുന്നു. കോൺഗ്രസ് അവർക്ക് അതിന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ആ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തത് കൊണ്ടാണ് പത്മജ വേണുഗോപാൽ BJP-യുടെ ഭാഗമായിട്ട് പോകാനായിട്ട് കാരണമായിട്ടുള്ളത്. സുകുമാരൻ നായരെ സംബന്ധിച്ച് സുകുമാരൻ നായർ നോക്കുമ്പോൾ എന്താണ്? തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ശൂരനാട് രാജശേഖരന് സീറ്റ് കിട്ടുന്നില്ല, പത്മജ വേണുഗോപാലിന് സീറ്റ് കിട്ടുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു അകൽച്ച ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അപ്പൊ അങ്ങനെ കോൺഗ്രസുമായിട്ട് ഇപ്പൊ NSS-ന് ചെറിയൊരു അകൽച്ച വന്നിരിക്കുന്നത് ഇതൊരു സ്ഥിരം അകൽച്ചയാണ് എന്നൊന്നും നമുക്ക് കരുതാൻ സാധിക്കത്തില്ല. JB മേത്തർക്ക് രാഷ്ട്രീയ പാരമ്പര്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാരമ്പര്യവും കോൺഗ്രസിന് ആ മേത്തർ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെന്റും ഒക്കെ അവിടെ നിലനിൽക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഈ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചില ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB മേത്തർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നത് JB മേത്തറുടെ മാത്രം ഒരു വോട്ട് നേടിക്കൊണ്ടാണ്. മറ്റാരുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ വോട്ട് മാത്രം നേടിക്കൊണ്ടാണ്. ഇത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള JB മേത്തറെ ഞാൻ പറഞ്ഞല്ലോ, JB മേത്തർക്ക് രാജ്യസഭ സീറ്റ് ലഭിക്കാനുള്ള യോഗ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെ NSS-ന്റെ മുമ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSS ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് അത് ജി സുകുമാരൻ നായർ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടാൽ ഉറപ്പായും ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നതിലുള്ള ഒരു അമർഷമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ അപ്പുറത്ത് BJP-യുടെ വലിയൊരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. ആ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ അധികാരത്തിൽ വരണമെന്നും 2031 മുഖ്യ പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ വരണമെന്നുള്ള ആഗ്രഹം BJP-ക്ക് ഉണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ BJP-യുടെ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം പദ്ധതികളല്ല, ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളാണ് അവർ ആവിഷ്കരിക്കുക. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നിട്ടുള്ളത്.
കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഈ NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഒരിക്കലും BJPയെ തള്ളിപ്പറയത്തില്ല. BJPയെ തള്ളിപ്പറയാൻ അവർക്ക് സാധിക്കത്തില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ടി തള്ളിപ്പറഞ്ഞുകൊണ്ടൊന്നും മുമ്പോട്ട് പോകാനായിട്ട് G. സുകുമാരൻ നായർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയുടെ കൃത്യമായ ഒരു പിന്തുണയും നിർദ്ദേശവും ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മനസ്സിലാക്കാത്തത് ആർക്കാണെന്നറിയോ? കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്. ബാക്കി എല്ലാ ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിനെയൊക്കെ കോൺഗ്രസ് എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് തന്നെ തീരുമാനിക്കേണ്ടി വരും. G. സുകുമാരൻ നായരെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ ഇനി മുമ്പോട്ട് വയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും ഒരു സമദൂരത്തിലേക്ക് പോവുക. അത് ഇലക്ഷനോടനുബന്ധിച്ച് ആ ഒരു സമദൂരത്തിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷവുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ശരിക്കും അടുത്തോണ്ടിരിക്കുക തന്നെയാണ്. അതിനകത്ത് KB ഗണേഷ് കുമാർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 3 or 4 നായന്മാർ 250 രൂപ എടുത്തൊരു ഫ്ലക്സ് അടിച്ചു വെച്ച് NSSനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ NSSന് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ആ ഒരു നിലപാട് കറക്റ്റാണ്. അതായത് VD സതീശൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിലപാട് കറക്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് ചില ആളുകൾ G. സുകുമാരൻ നായരെ പർപ്പസ്ഫുള്ളി പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന വലിയ തരത്തിലുള്ള നഷ്ടങ്ങളായിരിക്കും. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ SNDP ആണ്. ഈ SNDP എന്തുകൊണ്ട് UDFൽ നിന്ന് അകന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് SNDPയുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തുക, തന്റെ സമുദായാംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തുക, തങ്ങൾക്ക് ഏത് സർക്കാർ ഭരിച്ചാലും അതിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്സും വെള്ളാപ്പള്ളി നടേശനില്ല. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. BJP പൊളിറ്റിക്സ് വിട്ടിട്ട് വെള്ളാപ്പള്ളി നടേശന് കേരളത്തിൽ നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. വെള്ളാപ്പള്ളി നടേശന് സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ആ വ്യക്തിപരമായ അടുപ്പത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കാതെ വരുന്നിടത്താണ് പ്രശ്നം. നേരത്തെ ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്താണെങ്കിലും ശ്രീ K. കരുണാകരൻ ഉള്ള സമയത്താണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു സാമുദായിക ബാലൻസിങ് നടത്താനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ SNDPയും UDFനെതിരായിട്ട് മാറുന്നത്, NSSും UDFനെതിരായിട്ട് മാറുന്നത് എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ BJP ഇപ്പോൾ NSSനെതിരെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മേക്കപ്പ് ചെയ്യാനുള്ള സർവ്വ കാര്യങ്ങളും BJPയുടെ കൈവശമുണ്ട്. ഒരു പ്രാവശ്യം പ്രധാനമന്ത്രി മന്നം സന്ദർശിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവർ തമ്മിൽ ഉണ്ടാവത്തുള്ളൂ. ഇത് കണ്ട് കോൺഗ്രസ് നേതാക്കന്മാരോട് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങാത്ത മുറിവായിട്ട് അവിടെ അവശേഷിക്കും. കൃത്യമായ ധാരണ BJPക്ക് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 വീണ്ടും CPM അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ UDF എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാവത്തില്ല. മുസ്ലിം ലീഗ് ആദ്യം തന്നെ ജമ്പ് ചെയ്യും. പിന്നീട് കോൺഗ്രസിനകത്ത് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. ഇപ്പോഴുള്ള പല ഘടകകക്ഷികളും നാമാവശേഷമായിട്ട് പോകും. അതല്ലെങ്കിൽ തന്നെ 2026 കഴിയുന്നതോടെ പല ഈർക്കിളി പാർട്ടികളും കേരളത്തിൽ നിന്ന് അസ്തമിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിൽ തന്നെയും ഞാൻ പറയുന്ന കാര്യം ഇതാണ്, NSSും SNDPയും കേരളത്തിലെ സാമുദായിക സംഘടനകളിലെ പ്രധാന സംഘടനകളാണ്. അവരെ ബഹുമാനിച്ചും അംഗീകരിച്ചുമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ NSSും SNDPയും പൂർണ്ണമായിട്ടും LDFനും പിന്തുണച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഇവിടെ ഉണ്ടാവുകയും UDFന് അത് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ എത്രത്തോളം എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. 2008 മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം അന്ന് LDF കൃത്യമായി തന്നെ എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും LDFന് വിജയിച്ചു കയറാൻ സാധിക്കുന്ന 62ഓളം നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ പുനഃക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങളെ അതിജീവിക്കാനായിട്ടൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ശക്തി എത്രത്തോളം UDFനുണ്ടെന്ന് പരിശോധിക്കണം. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നത് വെറും 72 സീറ്റുകൾക്കാണ്. 2 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അധികാരത്തിൽ വന്നത്. എന്നിട്ടും അത് കാലാവധി പൂർത്തിയാക്കി. 2001 AK ആന്റണി സർക്കാർ 100 സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. ആ 100 സീറ്റിൽ നിന്നാണ് 2011 അതായത് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ 2011 മുതൽ 2016 വരെ, അതായത് ഒരു മന്ത്രിസഭയുടെ വ്യത്യാസത്തിന് എത്ര സീറ്റിന്റെ വ്യത്യാസം വന്നേക്കുന്നത്? ഏകദേശം 28 സീറ്റുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ 62 സീറ്റുകൾ മറികടന്നുകൊണ്ട് വേണം UDFന് സീറ്റുകൾ പിടിക്കാനായിട്ട്. അതിന് എത്രത്തോളം സാധ്യതകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം BJP ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ
കെണിയിലും പോയി കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഈ പ്രാവശ്യം അയ്യപ്പ സംഗമത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം ആ അയ്യപ്പ സംഘവുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതായിരുന്നു അവരെടുക്കേണ്ടിരുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. മറിച്ച് അവർ അതിനെ ബഹിഷ്കരിക്കുകയും അതിലൂടെ അവർ ഉയർത്താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് പോലും വ്യക്തമല്ല. ഇവിടുത്തെ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് അതിനെ വിശദീകരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞെന്താണ്? ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ചും ശബരിമലയുടെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള സിംബോസിയമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ വി ഡി സതീശൻ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. ഈ അവസാന കാലഘട്ടത്തിലാണോ സിംബോസിയം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിക്കൊപ്പം എന്ന പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന പരിപാടികളുമായിട്ട് മുഖ്യമന്ത്രിയൊക്കെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ സാമുദായിക സംഘടനകളും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് 2026 തെരഞ്ഞെടുപ്പിന് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം UDF നേതാക്കന്മാർക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുസ്ലിം ലീഗിന്റെ മൗനം. ഈ മുസ്ലിം ലീഗിന്റെ മൗനത്തെ UDF ഒക്കെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വേണം UDF മുൻപോട്ട് പോകാനായിട്ട്. നമുക്ക് UDFന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യഗ്രതയൊന്നുമില്ല. UDFും LDFും കേരളത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. NSSനെയോ SNDPയോ ഒക്കെ അടിച്ചാക്ഷേപിക്കുമ്പോഴും പ്രകോപിപ്പിക്കുമ്പോഴും ഓർക്കുക, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ സ്പേസിലേക്ക് UDFന്റെ സ്പേസിലേക്ക് കടന്നു വരാൻ പോകുന്നത് BJP ആണ്. BJP കടന്നു വരുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടാവുക എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.